അപ്പൊ എല്ലാരും പറയൂലേ എപ്പോഴും എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയാണോ എന്തോ ഈ പോലീസ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തില് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരില്ലാന്ന് പറയുന്നില്ല. എന്താണ്, പുരുഷന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം, അതേ സ്ത്രീകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കായിട്ടൊരു നിയമം ഉണ്ടെന്ന് കാണുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഒരുപാടുണ്ട് അല്ലെ. എങ്കിലും എന്താണ് 90% സ്ത്രീകളും എന്താണ് ഇന്ന് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇരയാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 376C എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതിലെന്ന് പറയുന്നത് ജയിൽ അധികൃതര്, അതുപോലെ തന്നെ ഈ ജുവനൈൽ ഹോംസ് ഒക്കെ ഇല്ലേ, അവിടുത്തെ മാനേജർമാര്, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് 376C വരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു വകുപ്പാണ് 376D. 376D എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളൊരു അത്യാസന്ന നിലയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ജോലി ചെയ്യുകയാണ്. അവിടുത്തെ മേലധികാരിമാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു സെക്ഷൽ ഇന്റൻഷനോട് കൂടി നമ്മളോട് പെരുമാറി കഴിഞ്ഞാല് അത് ഏതിലാണ് വരുന്നത്? 376D വരുന്നത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു വകുപ്പാണ് 434. 434 എന്ന് വെച്ചാല് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നിയമപരമായി വിവാഹം കഴിച്ചു കാണില്ല, പക്ഷെ നിയമമായി വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, കൂടെ താമസിപ്പിക്കും കുറെ നാള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നെങ്കിൽ എന്ത് ചെയ്യാം, IPC 434 പ്രകാരം എന്ത് ചെയ്യാം, കേസ് എടുക്കാം. ഇനി 435 ഉണ്ട്. 435 എന്ന് പറയുമ്പോഴത്തേക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഡൈവോഴ്സ് ഒന്നും വാങ്ങാതെ, അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. അതായത് 435 പ്രകാരം എന്ത് ചെയ്യും, ആൾക്കെതിരെ എന്ത് ചെയ്യും, കേസ് എടുക്കും. ഇനി പ്രധാനമായിട്ടുമുള്ള വേറൊരു സെക്ഷനാണ് എന്ന് പറയുന്നത് 498A. 498A എന്ന് വെച്ചാല് ഒരു സ്ത്രീയെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടിലുള്ളവരോ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ അല്ലെങ്കിൽ എന്താണ് ഇമോഷണലി പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും സമ്മർദ്ദം മൂലമോ അവളെ ഉപദ്രവിക്കുകയോ, പിന്നെന്താണ് നീ കൊണ്ടുവന്നതൊന്നും പോരാ, ഇനിയും എന്താണ് കൊണ്ടുവരാൻ അല്ലെ, അതുപോലെ സ്ത്രീധനത്തിന്റെ കാര്യം കൂടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 498A പ്രകാരം എന്ത് ചെയ്യാം, കേസ് എടുക്കാം.